ഇത്രയും കളിച്ച കളികൾ പോലെ ആയിരിക്കുമോ ഇംഗ്ലണ്ടുമായിട്ടുള്ള അർജന്റീനയുടെ സെമി ഫൈനൽ എന്നുള്ളതാണ് നമ്മുടെ ചർച്ച. ആലോചിച്ച് നോക്കിയേ, കഴിഞ്ഞ ഇത്രയും മത്സരം, അതായത് വേൾഡ് കപ്പിന്റെ ലീഗ് സ്റ്റേജ് ആദ്യ അൾജീരിയയുമായിട്ടുള്ള ആദ്യ മത്സരം മുതൽ ഇന്ന് ക്വാർട്ടർ ഫൈനൽ, സ്വിറ്റ്സർലൻഡുമായിട്ടുള്ള മത്സരങ്ങൾ വരെ അർജന്റീനയ്ക്ക് ഒരു ഫസ്റ്റ് കോമ്പറ്റീറ്റർ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഞാൻ അങ്ങനെ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ കോമ്പറ്റീഷൻ ആരും കൊടുത്തില്ല എന്നല്ല, വെറുതെയൊക്കെ കിടിലൻ കോമ്പറ്റീഷൻ ആണ് കൊടുത്തത്. പക്ഷെ ഞാൻ പറയുന്നത് റാങ്കിങ്ങിലൊക്കെ മുകളിലുള്ള വലിയ ടീമുകൾ, അതായത് ടാക്ടിക്കലി കളിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ടീമുകൾ, വലിയൊരു ഒപ്പോണന്റ് ഇതുവരെ അർജന്റീനയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. സോ ഇനിയിപ്പോഴാണ് കളി കാര്യമാകാൻ പോകുന്നത്. ഇംഗ്ലണ്ടുമായിട്ടാണ് കളി. സോ അർജന്റീന ശ്രദ്ധിക്കേണ്ട ഒരുപാട് സ്ഥലങ്ങളുണ്ട്. കാരണം ഒന്ന് മാത്രം അർജന്റീന മനസ്സിൽ ആലോചിക്കുക, അപ്പുറത്ത് കളിക്കുന്നത് ഇംഗ്ലണ്ട് എന്ന ടീം മാത്രമല്ല, തോമസ് തുച്ചൽ എന്ന മാനേജർ കൂടിയാണ്. അപ്പോൾ ആള് എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ അർജന്റീനയുടെ ഫോൾട്ടുകൾ എവിടെയാണ്? ഒന്ന് ബാക്ക് ലൈനിൽ നല്ല പ്രശ്നങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ അവസാന ലീഗ് മത്സരം തൊട്ട് ഇങ്ങോട്ട് ഇപ്പൊ സ്വിറ്റ്സർലൻഡ് ആയിട്ട് വരെ ക്ലീൻ ഷീറ്റ് ഇല്ല എന്നുള്ള കാര്യം ആലോചിക്കണം. ഗോൾ കൺസീഡ് ചെയ്യുന്നുണ്ട്. സോ ബാക്ക് ബോളിൽ പ്രശ്നങ്ങളുണ്ട്. ഇന്ന് സ്വിറ്റ്സർലൻഡ് അടിച്ച ഗോൾ പോലും എന്താ പറയാ, പക്ക ടാക്ടിക്കലി മൂവ് ചെയ്ത ഒരു ബിൽഡ്, അത് ഗോളാകുന്നു. അപ്പോൾ ഇംഗ്ലണ്ടിനെയൊക്കെ സംബന്ധിച്ചിട്ട് ഒരു പക്ക ടാക്ടിക്കലി മൂവ് ചെയ്യുന്ന ടീമാണ്. അപ്പൊ ടാക്ടിക്കലി മൂവ് ചെയ്യുന്ന ഒരു ടീമിനെതിരെ അർജന്റീന കൺസീഡ് ചെയ്യാൻ ചാൻസുകൾ വളരെ കൂടുതലാണ്. പിന്നെ അതേപോലെ ഇപ്പോ കളിച്ചു വന്ന ഓരോ കളി എടുത്ത് നോക്കിയാലും അവസാന മിനിറ്റുകളിലാണ് അർജന്റീന കളി കയ്യിലേക്ക് എടുക്കുന്നത്. അവസാന സമയങ്ങളിലാണ് അർജന്റീന ഗോൾ സ്കോർ ചെയ്യുന്നത്. സോ ആ ഒരു പരിപാടി ഇംഗ്ലണ്ടിന്റെ അടുത്ത് നടക്കുമോ എന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. സോ ടാക്ടിക്കലി ഡിഫൻസ് ചെയ്യുന്ന ഒരു ടീമിന്റെ അടുത്ത് നടക്കാൻ സാധ്യത വളരെ കുറവാണ്. അപ്പോ ഈ രണ്ട് കാര്യങ്ങൾ അർജന്റീന വേണ്ട രീതിക്ക് എടുത്തില്ലെങ്കിൽ അർജന്റീനയ്ക്ക് പണി കിട്ടാൻ സാധ്യതകൾ വളരെ കൂടുതലാണ്. സോ ഈ കാര്യങ്ങളെ തുഷേൽ അനലൈസ് ചെയ്ത് അയാളും വേണ്ട രീതിക്കുള്ള പ്ലാൻസ് ഉണ്ടാക്കിയില്ലെങ്കിൽ ഇംഗ്ലണ്ടിനും പണി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. സോ പിന്നെ അർജന്റീനയുടെ പറയാതിരിക്കാൻ വയ്യ മെന്റാലിറ്റി. ഈ കപ്പ് ഞങ്ങൾ എടുത്തേ അടങ്ങൂ എന്നുള്ള മെന്റാലിറ്റി, അതാണ് അവരുടെ പോസിറ്റീവ്. പിന്നെ അവരുടെ രാജാവ് മെസ്സി റൂമിലാണ്. ഇന്നും ഒരു അസിസ്റ്റ് ചെയ്തു, ആളിന്ന് സ്കോർ ചെയ്തില്ല എന്നേ ഉള്ളൂ. പക്ഷെ ഇന്നത്തെ ഇൻഫ്ലുവൻസ് എത്ര കൊണ്ടായിരുന്നിട്ടാണ് മെസ്സി അടിച്ചത്. അപ്പൊ പറയാതിരിക്കാൻ വയ്യ, ഇതിലും കളിയായിരുന്നു. പിന്നെ ഇവരുടെ സ്വിറ്റ്സർലൻഡിന്റെ പാളിച്ചകൾ ഒരുപാടുണ്ടായിരുന്നു. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. താങ്ക് യു.